ആക്കാൻ കഴിയില്ല. കാരണം അവസാനത്തെ കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിധികളെപ്പറ്റി പറയാം. പക്ഷെ അതിനു മുമ്പ് നടന്ന ഒരു സംഭവം അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ കുറേ കൂടെ വ്യക്തമായിട്ട് അതിനെപ്പറ്റിയൊരു ഐഡിയ കിട്ടി. ഇത് 1606 ഇംഗ്ലണ്ടിൽ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സംഭാഷണം. അന്നത്തെ രാജാവായിരുന്ന കിങ് ജെയിംസ് I, ചീഫ് ജസ്റ്റിസ് എഡ്വേർഡ് കോക്ക്, അവർ തമ്മിലുണ്ടായൊരു സംഭാഷണമാണ്. ഇത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ വളരെ രസകരമാണ്, പ്രധാനമാണ്. കാരണം ഈ രാജാവിനൊരു സംശയം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഞാൻ തീരുമാനങ്ങൾ എടുത്താൽ പോരെ കാര്യങ്ങളൊക്കെ? ചീഫ് ജസ്റ്റിസിന് അങ്ങനെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതികൾ തീരുമാനിക്കുന്ന റീസണിൻ്റെ പുറത്താണ്, ലോജിക്ക്. രാജാവായിട്ടുള്ള എനിക്ക് ആ റീസണിങ് അറിയാം. അതുകൊണ്ട് തീരുമാനങ്ങൾ ഞാൻ എടുത്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ മറുപടി വളരെ വ്യക്തമായിരുന്നു. ട്രൂ ദാറ്റ് ഇറ്റ് വാസ് ദ ഗോഡ് ഹാഡ് എൻഡോഡ് ഹിസ് മജസ്റ്റി with excellent sense and endowment of nature, but his majesty was not learned in the laws of his realm of England, and causes which concern the life or inheritance or goods or fortunes of his subjects are not to be decided by natural reason, but by the artificial reason and judgment of law, which law is an act which requires long study and experience before that a man can attain to the cognizance of it, that the law was the golden method and measure to try the causes of the subjects. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, തീർച്ചയായിട്ടും രാജാവിന് ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിരിക്കുന്ന റീസണിങ് ഉണ്ട്. അത് സാധാരണ മനുഷ്യർക്കെല്ലാം ഉണ്ട്, രാജാവിന് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒരു സാമാന്യ ബുദ്ധിയിൽ തോന്നുന്ന നീതിയല്ല നടപ്പാക്കുന്നത്. അത് നിയമപരമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നിയമത്തിൽ എന്താണ് പറയുന്നതെന്ന് ആർട്ടിഫിഷ്യലായിട്ടുള്ള റീസണിങ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ, ഓരോ നിയമങ്ങൾ പാസ്സാക്കുന്ന ഓരോ കാരണത്തിൻ്റെ പുറത്താണ്. ആ റീസൺസ് അപ്ലൈ ചെയ്തിട്ട് ആണ് ഒരു കേസിൽ തീരുമാനം എടുക്കുന്നത്. അതിന് ഒരുപാട് നാളത്തെ സ്റ്റഡി വേണം, ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം. അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കപ്പെട്ട ആളുകളാണ് ജഡ്ജസ്. അതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് തീരുമാനങ്ങൾ വരുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് രാജാവിന് മനസ്സിലായി. പക്ഷേ ഇപ്പം 400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ രാജാവില്ല, ജനപ്രതിനിധികളാണുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അവർക്ക് പലർക്കും മനസ്സിലാകുന്നില്ല. കാരണം മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ വേറെ ചില കാരണങ്ങളുടെ പുറത്ത് ആയിരിക്കാം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. ഒരു പ്രാവശ്യം അവർ ഈയിടെ ടി വിയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈയിടെ നമ്മൾ വാർത്ത കണ്ടിരുന്നു, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് ചിലർക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടായി. അങ്ങനെ കോടതി വിധിയെ മറികടക്കാനായിട്ട് ഞങ്ങൾ രാഷ്ട്രീയം ഉപയോഗിക്കില്ല എന്ന് ചില നേതാക്കന്മാരൊക്കെ തിരിച്ചു പറഞ്ഞു. നമ്മളെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമുക്കൊരു ഭരണകൂടമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്, രാജ്യത്തിന് ഒരു സംവിധാനമുണ്ട്, ഭരണ സംവിധാനം. അത് എല്ലാത്തിനും മുകളിലാണ്, എല്ലാ നിയമങ്ങളും അതിൻ്റെ കീഴിലായിരിക്കണം. അത് ഇന്ത്യയുടെ ഒരു ഭരണഘടനയുണ്ട്. ഓരോ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിയമനിർമ്മാണ സഭ, തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ, അവരുടെ ഇടയിൽ നിന്ന് വരുന്ന ഭരണകൂടത്തിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, അവരാണ് മുകളിലിരിക്കുന്നത്. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധികൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അത് കഴിഞ്ഞ് പെർമനൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉണ്ട്, ബ്യൂറോക്രാറ്റ്സ്, പോലീസ്, ലോ എൻഫോഴ്സ് ചെയ്യാനായിട്ട്, നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള സംവിധാനം, ഭരണ സംവിധാനത്തിൻ്റെ പല തട്ടുകളിലായിട്ടുള്ള പോലീസും പട്ടാളവും ഒക്കെ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും തർക്കങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന പോലെയൊക്കെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്
എന്ന് നോക്കുന്നതിനാണ് കോടതികൾ. അപ്പം ഈ നിയമങ്ങൾ പാസ്സാക്കുന്നു, ആ നിയമം എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും പോകണമല്ലോ. സാധാരണക്കാരൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും അവരുണ്ടാക്കുന്ന നിയമങ്ങളും ഒക്കെ ഈ ഭരണകൂടത്തിൻ്റെ സംവിധാനം, ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് നിരക്കുന്നതും അതിൻ്റെ ബ്രോഡായിട്ടുള്ള പ്രിൻസിപ്പിളിനകത്ത് നിൽക്കുന്നതുമായിരിക്കണം. അപ്പോൾ ഇത് ലംഘിച്ചോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് കോടതികളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്കും ഇന്ന് എല്ലാ വ്യക്തികൾക്കും ഒരേ തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അഭിവന്ദനായ തിരുമേനി പറഞ്ഞതുപോലെ ഒരാളാണെങ്കിലും അയാളുടെ മൗലികമായിട്ടുള്ള ഒരു അവകാശത്തിന് എന്തെങ്കിലും ലംഘനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു നിയമം ഉണ്ടാക്കിയാൽ അയാൾക്ക് തീർച്ചയായിട്ടും കോടതിയിൽ പോകാം. ഒരാളെ പോലും വ്യക്തികൾക്ക് എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. അതാണല്ലോ നമ്മൾ രാജഭരണത്തിൽ നിന്നുള്ള വ്യത്യാസം. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന നീതി അല്ലെങ്കിൽ നിയമവാഴ്ച. അതിൽ ഈ ഒരു കേസ് നിങ്ങളുടെ 1995 മുതലുള്ളത് പറയാം. കാരണം 95 ഒരു ജഡ്ജ്മെൻറ്റിലാണ് വളരെ വ്യക്തമായിട്ട് മലങ്കര സഭയുടെ എല്ലാ അധികാരങ്ങളും സുപ്രീം കോടതി അത് വ്യാഖ്യാനിക്കുന്നത്. അത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കോടതി വന്ന രണ്ട് പക്ഷവും ഈ കോടതി പറയുന്നത് കേട്ടോളാം എന്ന് സമ്മതിച്ചു. ഇതിനകത്ത് പിന്നീടൊരു ഇഷ്യൂ വരുന്നില്ല. കാരണം ഇത് ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യമാണ്, അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ഇല്ല. ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളാണ് കോടതിക്ക് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അന്നേ 95 തന്നെ ജഡ്ജ്മെൻറ്റിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ കോടതിയിൽ കേസ് കണ്ടസ്റ്റ് ചെയ്ത രണ്ട് പാർട്ടികളും കോടതിയുടെ വിധി ഞങ്ങൾ മാനിക്കും എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഞങ്ങളിത് കേട്ടു. രണ്ട് ഭാഗത്തും പ്രഗത്ഭരായ അഭിഭാഷകർ അവരുടെ വാദമൊക്കെ ഉന്നയിച്ചു. അതിൻ്റെ പുറത്ത് വളരെ വിശദമായിട്ടുള്ള വിധി എഴുതി. ഈ വിധി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പരമോന്നത കോടതിയുടെ വിധിയാണ് മോസ്റ്റ് റവറൻറ്റ് PMA മെത്രോപൊളിറ്റൻ വേഴ്സസ് മോറൻ മാർത്തോമ. അതാണ് 95 ജഡ്ജ്മെൻറ്റ്. അതിൽ ആ ജഡ്ജ്മെൻറ്റ് വന്നിട്ട് അത് നടപ്പാകുന്നില്ല. ഇത് വിഘടിത വിഭാഗം ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇത് നടപ്പാക്കാതിരിക്കാൻ, അവർക്കെതിരായിട്ട് വന്നൊരു വിധി നടപ്പാക്കാതിരിക്കാൻ വീണ്ടും തർക്കങ്ങൾ ഉന്നയിക്കുകയും കോടതികളിൽ പോവുകയും ചെയ്തപ്പോഴാണ് ഈ രണ്ടാമതും ഈ സുപ്രീം കോടതി വരെ കേസ് പിന്നെ എത്തുവാണ്. സുപ്രീം കോടതിയിൽ രണ്ടാമത് എത്തിയിട്ട് KS വർഗീസ് വേഴ്സസ് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, അതാണ് 2017 ഇവിടെ പ്രതിപാദിച്ച 3/7/2017 വിധിയാണ്. അപ്പോൾ ഈ 95 വിധി പൂർണ്ണമായിട്ടും ശരിവെച്ചിട്ട് അതിനകത്ത് ഉന്നയിച്ച ചില വാദങ്ങൾ കഴമ്പില്ലാത്തതാണെന്ന് കണ്ടെത്തുകയാണ്. അതായത് ഈ 95 എഴുതിയ വിധിയും അത് നടപ്പാക്കാൻ പറഞ്ഞ ഡിക്രി എന്ന് പറയും, ഡിക്രിയും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനെ ഇല്ല എന്നാണ് ആദ്യമേ പറഞ്ഞത്. മലങ്കര ചർച്ച് ഈസ് എപ്പിസ്കോപ്പൽ ഇൻ ക്യാരക്ടർ, അതാണ് ഫസ്റ്റ്. അപ്പം മലങ്കര ചർച്ചിന് അതിൻ്റെ 1934 ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള പരമാധികാരമുണ്ട്. അത് സുപ്രീം കോടതി വീണ്ടും എടുത്തു പറയുകയാണ്. 95 വിധി പറഞ്ഞ കാര്യം തന്നെ വീണ്ടും എടുത്തു പറഞ്ഞു. പിന്നെ വേറൊരു സംശയം, ഇത് റെപ്രസെൻറ്റേറ്റീവ് സൂട്ടാണ്, എല്ലാ പള്ളികളും ഇവിടെ വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഒരു ഇഷ്യൂ ഡിസൈഡ് ചെയ്തു, സുപ്രീം കോടതി ഒരു നിയമം വ്യാഖ്യാനിച്ച് കഴിയുമ്പോൾ ആ നിയമത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അതുപോലെ തന്നെ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള ബാക്കി ആളുകൾക്കും ബാധകമാണ്. അതിനുവേണ്ടി പ്രത്യേകം കേസുകൾ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതിന് റെപ്രസെൻറ്റേറ്റീവ് സൂട്ടാണിത്. ഇത് ബൈൻഡിങ് ആണ് എല്ലാ പള്ളികൾക്കും. ഇത് മലങ്കര സഭയുടെ കീഴിലുള്ള പള്ളികൾക്ക് മുഴുവൻ ഇത് ബാധകമാണെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഈ ആർട്ടിക്കിൾ 25 26 ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്ന മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം, അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതിനെ ഇൻഫ്രിഞ്ച് ചെയ്തോ എന്നൊരു ചോദ്യമുണ്ട്, അതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1934 ഭരണഘടന വാലിഡാണ്. അതുകൊണ്ട് ഒരു പള്ളിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ ഇത് എൻ്റെ മതത്തിൻ്റെ മുകളിലുള്ള കടന്നുകയറ്റമാണെന്ന് വാദിക്കാനുള്ള അവകാശമില്ല എന്ന് കോടതി പറഞ്ഞു. പിന്നീട് പറഞ്ഞത് spiritual power of patriarch has been set up by the appellant clearly in order to violate the mandate of 1995 judgment. പാട്രിയാർക്കിൻ്റെ ആത്മീയമായിട്ടുള്ള ഈ മലങ്കര സഭയുടെ മുകളിൽ
അവകാശമുണ്ടെന്നുള്ള വാദം ഉന്നയിക്കുന്നത് ഈ കോടതിയുടെ വിധി മറികടക്കാൻ വേണ്ടി ഒരു മുടന്തൻ ന്യായമാണ് എന്ന് കോടതി കണ്ടെത്തി. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് വികാർ ഈസ് എ സെക്കുലർ മാറ്റർ. അതിനകത്ത് ഈ ഒരു സെക്കുലറായിട്ടുള്ള കാര്യമാണ്. ചില കാര്യങ്ങളിൽ റിലീജിയസ് ആകാം, സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇൻട്രിക്കേറ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരും. അപ്പം പൂജ നടത്തേണ്ടത് എങ്ങനെയാണ്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മതപരമായിട്ടുള്ള കാര്യം. പക്ഷേ അപ്പോയിൻമെൻറ്റ് ഓഫ് വികാർ എന്ന് പറയുന്നത് നിയമിക്കാനുള്ള അവകാശം അത് മതത്തിന് തന്നിരിക്കുന്ന ആർട്ടിക്കിൾ 25-ൻ്റെയോ 26-ൻ്റെയോ അവകാശത്തിലുള്ള കടന്നുകയറ്റമല്ല. അതൊരു സെക്കുലർ മാറ്ററാണ് എന്ന് കോടതി കണ്ടെത്തി. 28 ഫൈൻഡിംഗ് ഉണ്ട്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്, ദി അതോറിറ്റി ഓഫ് പാട്രിയാർക്ക് ഹാഡ് നെവർ എക്സ്റ്റെൻഡഡ് ടു ദ government of temporalities of the churches. The patriarch faction is to be blamed for the situation which has been created post 1995 judgment. 95 വിധിക്ക് ശേഷം ഉണ്ടായ സിറ്റുവേഷൻ്റെ കാരണക്കാർ പാട്രിയാർക്ക് ഫാക്ഷനാണ്. കാരണം ഈ വിധി വളരെ വ്യക്തമായിരുന്നു സുപ്രീം കോടതിയിൽ. അത് കഴിഞ്ഞും കോടതി പോയി വീണ്ടും കണ്ടസ്റ്റ് ചെയ്തിട്ട് ഇത്ര നാളായിട്ട് ഞങ്ങൾ ഈ കേസിൻ്റെ പുറകെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വിധി വന്നു കഴിഞ്ഞതാണ്. ആ വിധിയിൽ സംശയമൊന്നുമില്ല. 95 തന്നെ വിധി വളരെ വ്യക്തമായിട്ട് വന്നതാണ്. എന്തെങ്കിലും ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് കാരണക്കാരെന്ന് കോടതി വീണ്ടും പറയുകയാണ്. പിന്നെ പറയുന്നത് 934 ഭരണഘടന ഉടമ്പടി നിൽക്കത്തില്ല. കാരണം 1934 ഭരണഘടനയാണ് ബാധകം. അത് വീണ്ടും റീട്രേറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ 2002 ഒരു ഫോർമേഷൻ ഉണ്ടാക്കി. അത് അത് വാലിഡ് അല്ല എന്ന് പറയുന്നു. അത് ഇല്ലീഗൽ ആൻഡ് വോയിഡ് എക്സസൈസ് ഓഫ് പവറാണ്. അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇതിനകത്ത് ഇപ്പോൾ സംശയങ്ങളൊന്നുമില്ല. 2 പ്രാവശ്യം സുപ്രീം കോടതി വീണ്ടും റീട്രേറ്റ് ചെയ്തു. സുപ്രീം കോടതി ഇപ്പം തിരുമേനി പറഞ്ഞതുപോലെ 5000 ജഡ്ജസ് വേണ്ട, കോടതിയുടെ ഒരു വിധി മതി, ഒറ്റ വിധി മതി. അതിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് അവസാനത്തെ വിധിയാണ്, രാജ്യത്ത് മുഴുവൻ ബാധകമാണ്. ഒരു വിധി വന്നു, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കണ്ടസ്റ്റ് ചെയ്ത് കേസുകൾ വന്നു, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കേസുകൾ ഒരുപാടുണ്ടാക്കി. അതെല്ലാം സുപ്രീം കോടതി വീണ്ടും റീട്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അലിഗേഷൻസ് ഉന്നയിക്കുവാണെങ്കിൽ അത് കറപ്ഷൻ എന്നൊക്കെ പറയുവാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കേസിനകത്ത് അത് പറയുന്നത് ഒരു മുടന്തൻ ന്യായമാണ്. കാരണം ഈ വിധി വന്നത് വളരെ നിയമവും നീതിയും നൂലാമാല കീറി മുറിച്ച് എഴുതിയ 95 വിധി തന്നെ ശരിവെച്ചുകൊണ്ട് വീണ്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീട്രേറ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് ബാക്കി പറയുന്ന കാര്യങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് പറയാം. 2 പേര് കോടതിയിൽ പോയി കഴിഞ്ഞാൽ 2 കക്ഷികൾ എപ്പോഴും കോടതിയിൽ പോയി ഒരു ഹോട്ട്ലി കണ്ടസ്റ്റഡ് കേസിൽ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും, ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഉടനെ ജഡ്ജിയെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. കാരണം പോകുന്നത് ഒരു മര്യാദയുടെ പുറത്താണല്ലോ. നമ്മളിത് കോടതി പോകുന്നു, ഞങ്ങൾ കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. ആ വിധി വന്നു കഴിയുമ്പം വരുന്നിടം വരെ ഒരു അലിഗേഷനും ഇല്ല. ഈ കോടതി കേസ് കേൾക്കരുതെന്ന് പറഞ്ഞില്ലാരും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞില്ല. കേസുകൾ കേട്ടു, കേസ് കേട്ട് കഴിഞ്ഞ് ഡിസിഷൻ വന്നപ്പോൾ എതിരായപ്പം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യണം, അതിന് മറുപടി അർഹിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, അത് ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് ശരിയാണ്. അതൊരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി ജനങ്ങളുടെ സാധാരണ ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിൽ അങ്ങനെയാണോ എന്നൊരു സംശയം ഉണ്ടാകും. പക്ഷെങ്കിൽ അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മളൊക്കെ പറയുന്നത് പോലെ ഉള്ളൂ. കാരണം റിട്ടയർ ആയി കഴിയുമ്പം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു എൻഫോഴ്സിബിലിറ്റി ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായമുണ്ട്, കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഒരു അഭിപ്രായം പറയാം, അതുപോലെ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടി ആ പറഞ്ഞത് ശരിയല്ല. കാരണം സുപ്രീം കോടതി എന്ന് പറയുന്നത് നീതിയും ന്യായവും നടപ്പാക്കാനിരിക്കുന്ന കോടതിയാണ്. സുപ്രീം കോടതിയിൽ നിയമത്തിൻ്റെ സാങ്കേതികത്വം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും സമ്പൂർണ്ണമായിട്ടുള്ള നീതി വന്നില്ലെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിയമം ഇങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വീഴ്ച വരുന്നു, ന്യായത്തിന് ഒരു കുറവുണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പൂർണ്ണ നീതി ചെയ്യാനായിട്ട് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്ന ഭരണഘടനയിലൊരു പ്രൊവിഷനുണ്ട്. അതനുസരിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് കോടതിക്ക് ഒരു വിധിയുടെ, അത് അവസാനത്തെ കോടതി ആയതുകൊണ്ട് കൊടുത്തിരിക്കുന്നൊരു സ്പെഷ്യൽ പവർ, അത് ഭരണഘടനയിൽ തന്നെ ഉള്ള ഒരു വകുപ്പാണ്. അതിനെപ്പറ്റി വളരെ അവെയറായിട്ടുള്ള ജഡ്ജസാണ് അവിടെ ഇരുന്നത്. പാത്രിയാർക്കീസിന് വേണ്ടി വാദിച്ച പ്രഗത്ഭരായ അഭിഭാഷകരൊക്കെ അതിനെപ്പറ്റി അറിയാവുന്നവരാണ്. അപ്പോൾ അവരിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ വിധി വന്നിരുന്നത്. ഈ വാദങ്ങൾ, എല്ലാ വാദങ്ങളും ഉന്നയിച്ച് ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ച് കഴിഞ്ഞിട്ടാണ് വിധി വരുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ നീതി ഉണ്ട് ന്യായമില്ല, അല്ലെങ്കിൽ ന്യായമുണ്ട് നീതിയില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ആ കാര്യവും നമ്മൾ
പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതിനുപരി അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ 2 വിധികൾ വന്നു കഴിഞ്ഞ് മൂന്നാമത് പിന്നെയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കട്ടച്ചിറപ്പിള്ളയുടെ ഒരു കേസ് വന്നു. അതിൽ വീണ്ടും ഇതുപോലെ തന്നെ ഓഗസ്റ്റ് 28, 2018 സുപ്രീം കോടതി വീണ്ടും ഈ വിധി ശരിവെച്ചു. ഈ 1934 ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25-ൻ്റെയും 26-ൻ്റെയും വയലേഷൻ ഇല്ല. ഇത് ഇങ്ങനെ ഓരോ കേസുകൾ പിന്നെയും വരാൻ കാര്യം കോടതി വിധി ഫൈനലാണ് എന്നുള്ള അംഗീകരിക്കാൻ ചിലർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർ മുമ്പേ പറഞ്ഞ പോലെയുള്ള അതായത് മര്യാദകേടാണ്. കാരണം കോടതിയിൽ പോകുമ്പോൾ 2 പേരും കണ്ടസ്റ്റ് ചെയ്യുന്നത് കേസ് കോടതിയിൽ നിന്ന് വിധി വരുന്നത് സ്വീകാര്യമാണ്. അതുകൊണ്ടാണല്ലോ കോടതിയിലോട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ ഭരണഘടനാ സംവിധാനം തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന, അതിൻ്റെ കീഴിൽ ഇവിടെ ഉള്ള എല്ലാ പൗരന്മാരും അല്ലെങ്കിൽ അസോസിയേഷൻസും സംഘടനകളും ഒക്കെ അതിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഇതിൽ റൂൾ ഓഫ് ലോയുടെ കാര്യം പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ വിധി സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ കോടതിയിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞു. ആ വിധി മലങ്കര സഭയ്ക്ക് അനുകൂലമായതുകൊണ്ട് അതിനെപ്പറ്റി വേറെ ഒരു വാദത്തിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോ ഒന്നും ആ സുപ്രീം കോടതി പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല ആർക്കും. അതെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലർത്ഥമില്ല. കാരണം ബൈൻഡിങ് ആയിട്ടുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഫൈനലായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വിധി എന്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് അത് സാധാരണഗതിയിൽ ഭരണത്തിലിരിക്കുന്നവരാണ് ചെയ്യേണ്ടത്. കാരണം ഭരണത്തിലിരിക്കുന്നവരാണ് ബാധ്യതപ്പെട്ടവരാണ് ഭരണഘടനാ സംവിധാനം അനുസരിച്ച് കോടതി വിധികൾ നടപ്പാക്കുക എന്നുള്ളത്. വിധി നടപ്പാക്കേണ്ടത് എക്സിക്യൂട്ടീവിൻ്റെ ജോലിയാണ്. ലോർഡ് ബിങ്ഹാം എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ജൂറിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു ലെക്ചറുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോടതികളിൽ പോകുന്ന എന്തിനാണ്? വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങൾ എൻഫോഴ്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് കോടതികൾ പോകുന്നത്. വ്യക്തികളോ അല്ലെങ്കിൽ അസോസിയേഷൻസോ ഒക്കെ പോകുന്നത്. അവിടെ നിന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ അത് നടപ്പാക്കി കൊടുക്കാനുള്ള ബാധ്യത ഭരണത്തിലിരിക്കുന്നവർക്കുണ്ട്. പിന്നെ ഈ ചില കോടതി വിധികളെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് നിയമം കൊണ്ടുവരാൻ. ഇതിപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ജൂറിസ്റ്റാണ്. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിന് പരമാധികാരമുണ്ട്. എങ്കിൽ പോലും അവിടെയും അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു കോടതി വിധി വന്നാൽ ഉടനെ ആ കോടതി വിധി മറികടക്കാൻ ഒരു നിയമം കൊണ്ടുവരിക, അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല. ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ കോടതി വിധി 2 പേര് തമ്മിലുള്ള തർക്കം പരിഹരിച്ചുകൊണ്ട് ഒരു കോടതി വിധി വരികയാണെങ്കിൽ അതിനെതിരായിട്ടില്ല ഇയാളല്ല മറ്റേ ആളാണ് കേസ് ജയിച്ചത്, അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ലെജിസ്ലേറ്റീവ് ബോഡിക്കും അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ പറ്റുന്നത് എങ്ങനെയാണ്? ഒരു വിധി വന്നിരിക്കുന്ന ഒരു നിയമത്തിൻ്റെ ബേസിസിലാണ്. ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിത്തറ മാറ്റിക്കൊണ്ട് വേറൊരു നിയമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ടാക്സ് മാറ്റേഴ്സൊക്കെ വരുമ്പോൾ ചിലപ്പം പഴയ ഡേറ്റിൽ അതിന് വില കൊടുത്തുകൊണ്ട് ചിലപ്പം മാറ്റാറുണ്ട് പാർലമെൻറ്റ്. അങ്ങനെയുള്ള ചില നിയമങ്ങൾ ശരിവെക്കാറുണ്ട് കോടതി വീണ്ടും വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് രണ്ട് ഫാക്ഷൻസ് അവരുടെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഡിസ്പ്യൂട്ടാണ്. 1934 കോൺസ്റ്റിറ്റ്യൂഷൻ ബാധകമാണോ, അത് ബൈൻഡിങ് ആണോ എന്നുള്ള തർക്കം അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതിന് നിയമസഭയ്ക്കൊന്നും പറയാനില്ല. അതിന് നിയമസഭയ്ക്ക് ഇതങ്ങനെയല്ല എന്നൊരു നിയമം പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആയിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ നിയമം കൊണ്ടുവരുന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല. നമ്മളിപ്പം വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ 2 ദിവസം മുമ്പ് ഒരു നേതാവ് ഞങ്ങൾ ആചാര സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞൊരു പ്രസ്താവന. അപ്പോൾ ഈ ആചാരം ഒരു ഭരണഘടനയെ നിൽക്കുന്നതല്ല. ഭരണഘടനയുടെ തുല്യത അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ആരാധന സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങനെയുള്ള കുറേ വകുപ്പുകളുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പുറത്താണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും അവിടെ പോകാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിധിയെ മറികടക്കണമെങ്കിൽ ആ എഴുതിയിരിക്കുന്ന ഭരണഘടനയിലെ നിങ്ങൾക്ക് തുല്യാവകാശം ഇല്ല എന്ന് ഒരാൾക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ അത് ഓവർ റൂൾ ചെയ്യണം. ഇത് രണ്ടുമല്ല ഞങ്ങൾ കേരള നിയമസഭയിൽ ഒരു നിയമം പാസ്സാക്കുമെന്നൊരു പാർട്ടി പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഇലക്ഷൻ വരെയൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ നമുക്ക് കോടതി വിധി നടപ്പാക്കി കിട്ടുക എന്നുള്ളത് നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അതിൽ അവസാനത്തെ കോടതി വിധി പറഞ്ഞു ഈ കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയാണ്, നിയമസഭയല്ല. ഈ തർക്കം പരിഹരിക്കേണ്ടത് കോടതിയിലാണ്, തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് അടുത്തത് ചെയ്യാനുള്ളത്
ഭരണത്തിലിരിക്കുന്നവരത് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മാന്യമായിട്ടുള്ള ഒരു കടമ. അതിവിടെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അവസാനമായിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഇന്ത്യയിലുണ്ടായിട്ടുള്ള 2 ഉദാഹരണങ്ങൾ പറയാം, കാരണം പെട്ടെന്ന് ഓർക്കാനായിട്ട്. ഒരിക്കൽ 2004 അന്നത്തെ പ്രധാനമന്ത്രി 3000-ൽ പരം പെട്രോൾ പമ്പുകൾ ക്യാൻസൽ ചെയ്തു. കാരണം ചില അലോട്ട്മെൻറ്റിലൊക്കെ വയലേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കോടതി പോയപ്പം കോടതി അത് വീണ്ടും സ്റ്റേ ചെയ്തിട്ട്, അങ്ങനെ ഒരാൾക്ക് ഒരു ഭരണാധികാരിക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കേസുകൾ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇല്ലീഗാലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. അത് ഒരു കോടതി ഒരു കമ്മിറ്റിയൊക്കെ അപ്പോയിൻ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ഇല്ലീഗലായിട്ട് അനുവദിച്ച കേസുകൾ മാത്രം ക്വാഷ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ 2007 സുപ്രീം കോടതിയുടെ ഒരു നിയമത്തെ അട്ടിമറിക്കാൻ വേണ്ടി കേരള നിയമസഭ ഒരു നിയമം കൊണ്ടുവന്നു. ക്രീമി ലെയർ ഇവിടെ നടപ്പാക്കണം OBC റിസർവേഷനകത്ത് എന്ന് പറഞ്ഞ് കോടതി വിധി അസാധുവാക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. KK നരേന്ദ്രൻ കമ്മീഷനൊക്കെ വെച്ചു, അതൊന്നും നടപ്പാക്കാതെ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് റിസർവേഷൻ അപ്പോയിൻമെൻറ്റ് ഓർ പോസ്റ്റ് ഓഫ് സർവീസസ് അണ്ടർ ദി സ്റ്റേറ്റ് ആക്ട് 95 അത് കോടതി ചാലഞ്ച് ചെയ്തു. അപ്പോൾ പറഞ്ഞു, സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിലെ പ്രൊവിഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ കേരള നിയമസഭയ്ക്ക് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റിയില്ല. കേരള നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ സെക്ഷൻ 3, 4 and 6 ഇൻവാലിഡേറ്റ് ചെയ്തു. കോടതി വീണ്ടും അസാധുവാക്കി. അപ്പം ആരെങ്കിലും നിയമം പാസ്സാക്കാം എന്ന് പറയുമ്പോൾ കോടതിയുമായിട്ടൊരു മത്സരത്തിനല്ല പോകേണ്ടത് നിയമസഭ. കോടതിയിൽ നിന്നൊരു നിയമത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നു. 2 ഫാക്ഷൻസ് തമ്മിൽ, കോടതി പോകുന്ന 2 പേര് തമ്മിൽ ഒരു തർക്കത്തിൻ്റെ പരിഹാരം കോടതിയിൽ നിന്ന് വരുന്നു. അത് നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ന്യായമായിട്ടുള്ള കടമ. ഞാൻ അവസാനമായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് പറഞ്ഞു നിർത്താൻ. നമുക്ക് അതുപോലെയൊക്കെ ഇവിടെയും സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് ജോൺ എഫ് കെന്നഡി, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നേ. അദ്ദേഹം 1963 ജൂൺ 11 ഒരു സംഭവമാണ്. അമേരിക്കൻ സുപ്രീം കോടതി ആദ്യമായിട്ട് ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കേസിൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കൂടി വെള്ളക്കാരായ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ അവകാശമുണ്ട് എന്ന് വിധിച്ചപ്പോൾ അത് നടപ്പായില്ല. പല സ്റ്റേറ്റുകളിലും സ്റ്റിഫായിട്ടുള്ള ഒപ്പോസിഷനൊക്കെ ഉണ്ടായി. അന്ന് അലബാമ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഒരു ഗവർണർ വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ സമ്മതിക്കത്തില്ല, എൻ്റെ സ്റ്റേറ്റിൽ ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ പോയി ആ പിള്ളേർ വരുന്ന ദിവസം പോയി തടയാൻ നിന്നു. അപ്പോൾ പ്രസിഡൻറ്റ് പറഞ്ഞു, ഞാൻ അലബാമയിലെ പോലീസിനെ ദേശസാൽകൃതവൽക്കരിക്കുകയാണ്, അവിടെ നിങ്ങൾക്ക് അധികാരമില്ല, ഇനി തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗവർണറെ ഡിസ്മിസ് ചെയ്യും, ഞാൻ രാജ്യത്തിൻ്റെ സൈന്യത്തെ അങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞ് ആ പിള്ളേരെ നിർബന്ധിച്ച്, അങ്ങനെ ഒരു പ്രസിഡൻറ്റ് ചങ്കൂറ്റം കാണിച്ചതുകൊണ്ടാണ് ആ വിധി എന്ന് നടപ്പായത്. ഇപ്പം അത് കഴിഞ്ഞ് വളരെ ഖേദകരമാണ്. കാരണം ഇദ്ദേഹത്തെ നവംബറിൽ ആ വർഷം തന്നെ കെന്നഡി വെടിയേറ്റ് മരിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടു 2008 ഒരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി, ഇന്നിപ്പോൾ ഒരു വൈസ് പ്രസിഡൻ്റ് ഉണ്ട്. അപ്പം ഇതാണ് ഒരു ഭരണാധികാരി നിയമവ്യാഖ്യാനം നൽകുന്ന കോടതികളുടെ വിധിയോട് കാണിക്കേണ്ട ബഹുമാനം. നമ്മുടെ രാജ്യത്തും അതുപോലെ നമുക്ക് കിട്ടിയ വളരെ ഫൈറ്റ് ചെയ്ത് കിട്ടിയ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അവകാശം നമുക്ക് നടപ്പാക്കി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. ഇന്നത്തെ ഈ ജനകീയ സദസ്സ് ഞങ്ങൾക്ക് വേണ്ടുന്നതായ അറിവുകൾ പകർന്നു തന്ന് മനോഹരമാക്കിയതിന്. ത്രിതല പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് മുൻപോട്ട് കടന്നു വരാം. ആരും എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഈ ജനകീയ സദസ്സിന് ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ റോണി വർഗീസിനെ ക്ഷണിക്കുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, കണ്ടനാട് വെസ്റ്റ് മെത്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത സേവ്യരിയസ് തിരുമേനി, ഭദ്രാസന സെക്രട്ടറി പ്രശാന്ത് സാറ്, മലയിലച്ചൻ, ഇവിടെ കൂടിയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, കൗൺസിൽ അംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന യുവനപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരും ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളെ, 5 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊള്ളാം. നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് തീരുമാനമെടുത്തത് വിചിത്രമായ ഒരു സ്ഥലത്താണ്. അത് പ്രഖ്യാപിച്ചത് ഒരു ബ്രിട്ടീഷ് ഭരണാധികാരിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമാകണമെന്ന് തീരുമാനിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിലാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമാകുക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഇല്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 850-ൽ പരം ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുവാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ഒരു ന്യൂനപക്ഷമായിരുന്നു. അന്ന് ഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ പറഞ്ഞത്, ഞങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ സന്തുഷ്ടരാണ്, ഇതെങ്ങനെങ്കിലും പോയാൽ മതി, ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്നാണ്. എന്നാൽ സ്വന്തം രാജ്യത്തിനോടുള്ള സ്നേഹവും ശീർഷബോധവുമുള്ള ഒരു പറ്റം ന്യൂനപക്ഷമാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടുപോയി. 800-ൽ പരം നാട്ടുരാജ്യങ്ങൾ, ഇന്നിവിടുത്തെ പാത്രിക സഹോദരങ്ങൾ പറയുന്ന പോലുള്ള നഷ്ടങ്ങളുടെ കണക്ക് ഈ 850 രാജ്യത്തെ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. അവർക്ക് അവരുടെ പ്രൗഢികൾ നഷ്ടപ്പെട്ടു, അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, അവരോട് ചേർന്ന് നിന്നിരുന്ന എല്ലാവിധമായ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി, ഇതൊന്നായി ചേരണമെന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്ത് ഇതൊരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാൻ അവർ കൂട്ടുനിന്നു. അങ്ങനെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ആ റിപ്പബ്ലിക്കിന് ഒരു ഭരണഘടന ഉണ്ടായതുകൊണ്ടാണ് ഈ രാജ്യം യുദ്ധമില്ലാതെയും നാനാജാതി മതസ്ഥർക്ക്, ജാതിക്കും മതത്തിനും വർഗത്തിനും അപ്പുറമായി, ഭാഷയ്ക്കപ്പുറമായി, ഭക്ഷണ രീതികൾക്കപ്പുറമായി, വസ്ത്രങ്ങളുടെ വ്യത്യാസങ്ങൾക്കപ്പുറമായി നിലനിൽക്കുവാൻ സാധിക്കുന്നത് ഇതൊരു റിപ്പബ്ലിക്കായി നിലനിൽക്കുന്നത് കൊണ്ടും ഈ റിപ്പബ്ലിക്കിനെ നിലനിർത്തുന്നത് ഒരു ഭരണഘടനയായതുകൊണ്ടാണ്. ആ ഭരണഘടന തുടങ്ങുന്നത് ഞങ്ങൾ ഇന്ത്യക്കാർ എന്നുള്ള ആ വലിയ സന്ദേശത്തോടു കൂടിയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടത്തോടും മറുഭാഗത്തിനോടും പറയാനുള്ളത്. മലങ്കര സഭയുടെ തർക്കത്തിലും മലങ്കര സഭ ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവും നീതിയും നിലനിർത്തണം. 2 എന്താണ്? ഈ സഭ മുമ്പോട്ട് പോകാൻ ഒരു ഭരണഘടന വേണം. ഈ സഭ മുമ്പോട്ട് പോകാൻ ഒരു ഭരണഘടന വേണം. അത് മലങ്കര സഭയുടെ അസോസിയേഷൻ അംഗീകരിച്ചതും സുപ്രീം കോടതി പലവട്ടം പരിശോധിച്ച് അംഗീകരിച്ചിട്ടുള്ള മലങ്കര സഭയിൽ 1934 നിലവിൽ വന്ന ഭരണഘടനയായിരിക്കണം. ഇതിനപ്പുറം ഒരു കാര്യത്തിനും മലങ്കര സഭയ്ക്ക് വാശിയോ വൈരാഗ്യവുമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പലപ്പോഴും മലങ്കര സഭ വിട്ടുവീഴ്ചയ്ക്കില്ല. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, തലയ്ക്കകത്ത് ആൾതാമസമുണ്ടെങ്കിൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ ആരും ശ്രമിക്കത്തില്ല. മൃതശരീര അടക്കത്തിന്റെ ഓർഡിനൻസിന്റെ പേരിൽ 1 വർഷത്തോളം മലങ്കര സഭ ക്ഷമിച്ചത് തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്തതുകൊണ്ടല്ല, ക്ഷമിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ചലഞ്ച് ചെയ്തത് തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളതുകൊണ്ടാണ്. കാരണം ഒരു മൽപ്പാനച്ചന്റെ കല്ലറ നശിപ്പിക്കുവാനും പിറവമ്പള്ളിയുടെ ഗേറ്റ് ചവിട്ടി തുറക്കുവാനും പള്ളികളുടെ മധുബായുടെ സൈഡിൽ വന്ന് നിന്ന് കുർബാന നെഞ്ചത്ത് കൈയടിച്ച് എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛനെ പച്ചത്തെറി വിളിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമല്ല മൃതശരീര അടക്ക ഓർഡിനൻസിൽ കൂടെ നിങ്ങൾക്ക് ഗവൺമെന്റ് തന്നത്. നിങ്ങൾക്ക് തന്നത് മാന്യമായി എൻ്റെ സഹോദരനായിരുന്നു, ഒരു തർക്കത്തിൽ നീങ്ങി നിൽക്കുന്ന എൻ്റെ സഹോദരൻ്റെ മൃതശരീരം അവിടെ അടക്കുവാനുള്ളതാണ്. ഞാൻ നിർത്തിക്കോളാം. 1-2 വാക്കുകളുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ള ഒരു പ്രാർത്ഥനയാണ്. സർക്കാരിനെ വെല്ലുവിളിക്കുവാനോ മലങ്കര സഭയുടെ വോട്ടുകൾ ഏതെങ്കിലും ചാക്കിൽ കെട്ടി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്റ്റെപ്പേൽ കൊണ്ടുവച്ച് വിലപേശുവാനോ മലങ്കര നസ്രാണികൾ ശ്രമിക്കത്തുമില്ല. ആ പാരമ്പര്യം ഞങ്ങൾക്കുമില്ല. അത് ഞങ്ങളുടെ ദൗർബല്യമായി കാണരുത്. ഏതെങ്കിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം പറഞ്ഞ് ഏതെങ്കിലും MLA-മാരുടെ കണക്ക് പറഞ്ഞ് ഇവിടെ ഒരു ജാതീയത വളർത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. പക്ഷേ എൻ്റെ സഖാവേ അങ്ങയോട് പറയാനുള്ളത്, ഇത് മലങ്കര സഭ എന്ന സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇത് ഞങ്ങളുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ ക്ഷമിച്ചും സഹിച്ചും ഈ രാജ്യത്തിലെ നിയമം അനുസരിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തുനിന്നത് ഞങ്ങളുടെ ബലഹീനതയാണ്. അതിനെ ചൂഷണം ചെയ്യരുത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭൂരിപക്ഷമാണ്, ഒരു സംശയവും വേണ്ട.
ഒരു MLA-യോ ഒരു MP-യെയോ ഒരു പഞ്ചായത്ത് മെമ്പറിനെയോ തെരഞ്ഞെടുക്കുന്നത് ഭൂരിപക്ഷമാണ്. എന്നാൽ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി ഭരിക്കപ്പെടുന്നത് ഭൂരിപക്ഷത്തിന് വേണ്ടിയല്ല. അവർ ഭരിക്കപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞയാണ്. ആ സത്യപ്രതിജ്ഞയിൽ എങ്ങും പറയുന്നില്ല ഞാൻ എനിക്ക് വോട്ട് ചെയ്തവർക്ക് നിയമം നടപ്പാക്കി കൊടുക്കും. അതിലെങ്ങും പറയുന്നില്ല എനിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രമേ ഞാൻ റേഷൻ കൊടുക്കൂന്ന്. എന്നാൽ അതിലൊന്ന് പറയുന്നുണ്ട്, ഈ രാജ്യത്തെ നിയമത്തോടും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും കൂറും വിധേയത്വമുള്ള ഒരംഗമായി ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭരണഘടന ലംഘനം നടത്തരുതെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടുത്തെ ഭരണകൂടത്തിനോട് പറയാനുള്ളത്. ഞാൻ നിർത്തുകയാണ്. PC തോമസ് സാറിന്, PC ജോർജ് സാറിന് മറുപടി പറയാനുള്ള ബാധ്യതയുമില്ല, അതിനുള്ള തൊലിക്കട്ടിയും ഞങ്ങൾക്കില്ല. പക്ഷേ നേതാവേ, താങ്കൾ ഒരു MLA ആയത് ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടാ. താങ്കൾ ഒരു MLA ആയത് വോട്ട് മേടിച്ചതുകൊണ്ടാ. അത് മലങ്കര ഓർത്തഡോക്സ് സഭയെ ചീത്ത വിളിക്കുവാനും മലങ്കര ഓർത്തഡോക്സ് സഭയെ അസഭ്യം പറയുവാനുമുള്ള മാനദണ്ഡമായി സാറ് കാണരുത്. കാരണം സാറ് ഒന്ന് യൂട്യൂബ് എടുത്ത് ഒരു പ്രസംഗം സാറ് പറഞ്ഞു. അതിൽ പറഞ്ഞത് ഇന്ത്യൻ സഭ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞ് നിയമസഭയിൽ പ്രസംഗിച്ചിട്ട് ഏതാണ്ട് 10 ബിഷപ്പുമാരെ കണ്ടപ്പോൾ കവലപ്രസംഗം നടത്തി മലങ്കര ഓർത്തഡോക്സ് സഭയെ അസഭ്യം പറയുവാനുള്ള മാനദണ്ഡമായി കാണരുത്. സാറ് ജയിച്ചത് ജനങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ വർഗത്തിനോടും നിങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങൾ ഭരിക്കുന്നത് ജനാധിപത്യപരമായാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഭരിക്കുവാനുള്ള മാനദണ്ഡം ഭൂരിപക്ഷമാണ്, ഒരു സംശയവുമില്ല. അത് മലങ്കര സഭയിലും അങ്ങനെ തന്നെ, മലങ്കര സഭയിലും അങ്ങനെ തന്നെ. എന്നാൽ എങ്ങനെ ഭരിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അത് തന്നെ മലങ്കര സഭയും പറയുന്നുള്ളൂ. മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം. അതുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഭരണകൂടവും മലങ്കര സഭയെ നശിപ്പിക്കുവാൻ ഒരു നിയമ ഭേദഗതിയോ ഒരു നിയമനിർമ്മാണമോ നടത്തത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെ നടക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത്, ഈ സമുദായത്തിനെ നശിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയോട് കലഹിക്കുവാനോ യുദ്ധം ചെയ്യുവാനോ ഉള്ള ശേഷിയില്ല. എന്നാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും മലങ്കര നസ്രാണികളുടെ മാനാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ ശ്വാസം വരെ പോരാടുവാനുള്ള ജീവിത പക്വത ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ചില MLA-മാരും ചില ഭരണവർഗത്തിൽ ഇരിക്കുന്നവർ ഞങ്ങളെ നശിപ്പിക്കുവാനായി ശ്രമിക്കരുതെന്നൊരു അപേക്ഷയും, കണ്ടനാട് ഭദ്രാസനം ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്, നാം പോരാടുന്നത് നമ്മുടെ സഹോദരങ്ങളായ പാത്രികീസുകാരെ തോപ്പിക്കുവാനല്ല, അവരും നമ്മുടെ സഹോദരങ്ങളാണ്. എന്നാൽ ജനങ്ങളുടെ ഇടയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. മൃതശരീരം വെച്ച് നമ്മൾ വിലപേശാറില്ല. അത് ആരാണ് ചെയ്യുന്നതെന്നറിയാം. ഒരു മൽപ്പാനച്ചൻ്റെ കബറ് നശിപ്പിക്കാനുള്ള അധികാരം ഏത് ഓർഡിനൻസാണ് തന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയണം. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോടും പൊതുസമൂഹത്തോടും പറയേണ്ടത്, ഇവിടുത്തെ നിയമവും നീതിയും ഒന്നാണ്, അത് ഇടകലർത്തുന്നതാണ്. നിയമമില്ലാതെ നീതിയില്ല, നീതിയില്ലാതെ നിയമമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുവാനും ഇതുപോലുള്ള സദസ്സുകൾ ക്രമീകരിച്ച കണ്ടനാട് ഭദ്രാസന യൂറോ പ്രസ്ഥാന അംഗങ്ങളോടുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ ഇതുപോലുള്ള ക്രമീകരണങ്ങൾ മറ്റ് ഭദ്രാസനങ്ങൾക്ക് മാതൃകയാകുവാനും മുമ്പോട്ട് കൊണ്ടുപോകാനും സഭയുടെ ശീർഷബോധവും സഭയുടെ അസ്തിത്വവും നിലനിർത്തുവാനും അത് ആർക്കും അടിയറവ് വെക്കത്തില്ലെന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ലെന്ന് പ്രഖ്യാപിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇത്തരം ഒരു അവസരം തന്ന ഭദ്രാസനത്തോടുള്ള എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് പലപ്പോഴും അവരുടെ ഒരു വക്കീലുണ്ട്, എന്താണ് നെടുമ്പാറ, അദ്ദേഹം പറയുന്നത് ഇത് റെപ്രസെൻറ്റേറ്റീവ് അല്ല, കാരണം 3000 പേര് കോലഞ്ചേരി പള്ളിയിലുണ്ട്, അവരെ ആരും കേട്ടില്ല എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ടാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നെ പോലെ പ്രഗത്ഭരായ 3-4 പേര് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അവരുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. ബിഷപ്പ് ഇവിടെ ഇരിക്കുന്നത് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ചർച്ച് ആണ്. ഡയസിസ് സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡയസിസ് ആണ്. അച്ഛൻ ഇരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഇതാണ് റെപ്രസെൻറ്റേറ്റീവ് എന്ന അടയാളം. ഇതുപോലും അറിയാതാണ് നമ്മുടെ സഹോദരങ്ങൾ ഓരോ വക്കീലന്മാർക്കും കൊണ്ട് കാശ് കൊടുത്ത് കോടി കളയുവാണ്. നമുക്ക് കളയാൻ കാശില്ല, നമുക്ക് കളയാൻ ദൈവം പ്രാർത്ഥിക്കുവാനുള്ള സമയം മാത്രമേ ഉള്ളൂ. നാം കണ്ണുനീരോട് വേണ്ടി സഭയ്ക്ക് പ്രാർത്ഥിക്കുക. ഇന്നലെ മിനിഞ്ഞാന്ന് 2-ാം തീയതി കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായി. അത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ്.
അത് വലിയ അത്ഭുതമാണ്. അടുത്ത ദിവസം ഈ അടുത്ത കോതമംഗലം പള്ളിയുടെ ഒരു കേസ് സുപ്രീം കോടതിയിൽ പാത്രകേസ് പക്ഷം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കൊടുത്ത കേസാണ് എടുക്കുന്നത്. ആ കേസിൻ്റെ വിധി അനുസരിക്കുമെന്ന് പറയാനുള്ള ഒരു ചെറിയ മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി പ്രിയപ്പെട്ട റോണി വർഗീസ്. നമ്മുടെ ജനകീയ സദസ്സ് പൂർണ്ണമാകാൻ പോകുന്നു. ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറായി പ്രവർത്തിച്ചതായ ബഹുമാനപ്പെട്ട ജോസഫ് മലയിലച്ചൻ ഇപ്പോൾ ഔദ്യോഗികമായി ഈ മീറ്റിങ്ങിന് നന്ദി പറയുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹോയനിയ തിരുമേനി, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പ്രശാന്ത് സാറ്, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ റോണി വർഗീസ്, ഭദ്രാസന സെക്രട്ടറി CM കുര്യാക്കോസ് അച്ഛൻ, കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, വന്നിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, മറ്റ് ഇടവുകളിൽ നിന്ന് വന്നിരിക്കുന്ന വിശ്വാസികൾ, യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ നിന്ന് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. അഭിനന്ദ തിരുമനസ് ആദ്യം ഓർപ്പിച്ചതുപോലെ സാക്ഷര കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു മീറ്റിംഗ് വേണ്ടി വന്നു എന്നുള്ളത് ഇനിയും വേണ്ടി വരും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സഭ കടന്നു വന്ന വഴികളെല്ലാം സഭയെ ഒറ്റുകൊടുത്ത വക്കീലന്മാരും പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ടാണ്, അവരുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ സഭ ഈ പ്രതിസന്ധികളെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും നമ്മെ കൈപിടിച്ച്, രാഷ്ട്രീയ പാർട്ടിക്കാർ പറയും എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റു എന്ന്. തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമ്പോൾ ന്യായാധിപന്മാർ നല്ലവരും, അനുകൂലമല്ലാത്ത വിധി ഉണ്ടാകുമ്പോൾ ന്യായാധിപന്മാർ ശുംഭന്മാരും എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ആ നേതൃത്വത്തിൽ നിന്ന് മലങ്കര സഭയ്ക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീതി സംരക്ഷണ യാത്രയാണ് ഇന്ന് കൂത്താട്ടുകുളത്ത് നിന്ന് ആരംഭിച്ച അഭിമന്യ മെത്രാപ്പോലീത്ത അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത ആശീർവദിച്ച ഈ നീതി സംരക്ഷണ യാത്ര കടന്നു വന്ന വഴികളിലെല്ലാം, പ്രത്യേകിച്ച് ആട്ടിൻകുന്ന്, അതുപോലെ പാമ്പാക്കുട, ഓണക്കൂർ, ഈ ദേവാലയങ്ങളിലെല്ലാം കടന്നു വന്ന വഴികളിലെല്ലാം സ്വീകരണം ലഭിച്ചുകൊണ്ട് ഇന്ന് പിറവത്ത് സമാപിച്ചിരിക്കുന്നത്. സഭയുടെ നിലപാടുകളെക്കുറിച്ച് അഭിനന്ദ ഇടമെത്രാപ്പൊലീത്തായും മാനേജ്മെൻറ്റും നമ്മൾ സവിസ്തരം നമ്മെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഈ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായ രീതിയിൽ പ്രശാന്ത് സാർ നമ്മെ ഓർപ്പിച്ചു. പ്രത്യേകമായിരിക്കുന്ന നന്ദി. ഈ കാര്യങ്ങൾ നമ്മുടെ സഭയുടെ നിലപാടെന്താണെന്ന് നമ്മെ വ്യക്തമായി നമ്മോട് ബോധ്യപ്പെടുത്തിയതായ ഇടവമെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവ്യറിന് വേണ്ട നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രത്യേകമായി ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ സഭയുടെ നിലപാടുകൾ എന്താണ് എന്ന് വളരെ വ്യക്തമായി ചില കാര്യങ്ങളിലൂടെ, വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലൂടെ, മറ്റുള്ള രാജ്യങ്ങളിൽ നടന്നതായ നീതിന്യായ വ്യവസ്ഥകളിലൂടെയെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ അഡ്വക്കേറ്റ് പ്രശാന്ത് സാറിനുള്ളതായ നന്ദിയും ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഭദ്രാസന സെക്രട്ടറി ഇതിൻ്റെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ മുതൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതായ ബഹുമാനപ്പെട്ട CM കുര്യാക്കോസിനുള്ള നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശ്രീമാൻ റോണി വർഗീസ്, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ശ്രീമാൻ റോണി വർഗീസ് എല്ലാ കാര്യങ്ങളിലും മലങ്കര സഭയുടെ പ്രത്യേകിച്ച് വടക്കൻ ഭദ്രാസനങ്ങളിലെ ഒരു പ്രശ്നബാധിത പ്രദേശങ്ങളെല്ലാം ഏത് സമയത്ത് വിളിച്ചാലും വരികയും എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതായ റോണി വർഗീസ്, അദ്ദേഹത്തിന് നല്ലതായ വാക്കുകൾക്ക് ഈ സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ നീതി സംരക്ഷണ യാത്ര ക്രമീകരിച്ച യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ, പേരെടുത്ത് പറയാൻ ഗീവീസ് ഉണ്ട്, ബഹുമാനപ്പെട്ട ജോമോനച്ചൻ, ഇവരുടെയെല്ലാം മറ്റ് ശ്രേഷ്ഠ വൈദികർ, നമുക്ക് വരുന്നതായ വഴിക്ക് നീതി സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം എന്നതായ ആട്ടിൻകുന്ന് സെൻറ്റ് മേരീസ് ഇടവകയുടെ ബഹുമാനപ്പെട്ട ഗീവറീസ് ജോൺസണച്ചൻ, ബഹുമാനപ്പെട്ട എബ്രഹാം പാലപ്പള്ളിച്ചൻ, ബഹുമാനപ്പെട്ട മഹേഷ് അച്ഛൻ, കടന്നു വന്നിരിക്കുന്ന വൈദികർ എല്ലാവരോടുള്ള നന്ദി, വിശ്വാസികളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട മത്തായി കോർപ്പിസ്കോപ്പ അച്ഛൻ, വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് വാക്കിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് അലക്സിയോസ് എന്നുള്ള ലൈവ് ചാനലാണ്. അവരോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ആശീർവാദത്തിനായിട്ട് എഴുന്നേൽക്കാം. അതിനുശേഷം എല്ലാവർക്കും ചെറിയ ലഘുഭക്ഷണം
ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുത്തയ്യച്ചൻ അതിനെക്കുറിച്ച് പറയും. ഇവിടെ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നതെന്ന് ഇന്ന് തിരുമനസ്സുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് വിളിച്ചു പറയാൻ ഇടയായത്. പരിമിതമായ സമയങ്ങൾ കൊണ്ട് നിങ്ങളെല്ലാവരും വന്നു ചേർന്ന് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് സദയം ഓർപ്പിക്കുന്നു. വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ലഘുഭക്ഷണം, വളരെ ചുരുങ്ങിയതാണ്, ഒരു ലൈറ്റായിട്ടുള്ള കാപ്പി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഹോളിലാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് പ്രത്യേകമായിട്ട് ക്രമീകരിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള അവസരം കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ഹോളിൽ വന്ന് ആ കാപ്പിയിലൂടെ സംബന്ധിച്ച് പോകണം എന്നുള്ള കാര്യം. വിശിഷ്ട അതിഥികൾക്ക് അച്ഛൻ്റെ മുറിയിലാണ് കാപ്പി ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന കൺവീനറായിട്ട് ചുമതല വഹിച്ച ബഹുമാനപ്പെട്ട മലയിലച്ചനോടും അതോടൊപ്പം ഈ പ്രോഗ്രാം പല സാഹചര്യങ്ങളിലും മീഡിയാസ് കവർ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ നീതി സംരക്ഷണ യാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അവരോടെല്ലാവരോടും പിന്നീട് ഈ ഓരോ സ്ഥലത്തെയും സ്വീകരണത്തിൽ വന്നതായ പഞ്ചായത്ത് മെമ്പേഴ്സ് അതുപോലെ തന്നെ ഭരണാധികാരികളൊക്കെ വന്ന് ഈ യാത്രയെ സ്വീകരിച്ചു. അവരോടെല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം പോലീസ് അധികാരികൾ നമ്മുടെ യാത്രയിൽ ഉടനീളം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ പോലീസ് അധികാരികളോടും കൂത്താട്ടുകുളം, പിറവം സ്റ്റേഷനുകളിലെ എല്ലാ പോലീസ് അധികാരികളോടുമുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പതാക ഈ മണ്ണിൽ പാറുന്നു പാറിപ്പറക്കുന്നു വാനിൽ. മാർത്തോമ നാട്ടിയ ദീപശിഖ ഇന്ന് ആളിപ്പടരുന്നു ഭൂഗോളമാകെ, ആളിപ്പടരുന്നു ഭൂഗോളമാകെ. ഇരുളിനെ ഭേദിച്ചു ഒളിവിതറും ഈ സഭ, ഇരുളിൽ പ്രകാശം പരത്തുന്നു ഈ സഭ. ഇരുളിനെ ഭേദിച്ചു ഒളിവിതറും ഈ സഭ, ഇരുളിൽ പ്രകാശം പരത്തുന്നു ഈ സഭ. പൗലോസ്തിതിയൻ ബാവാ തിരുമേനി ആമോദമായി വാഴും ശ്രേഷ്ഠമീ തിരുസഭ. ആമോദമായി വാഴും ശ്രേഷ്ഠമീ തിരുസഭ. ജയ് ജയ് മുഴങ്ങട്ടെ, ജയപേരി ഉയരട്ടെ, ജയത്തിൻ പതാക ഈ മണ്ണിൽ പറക്കട്ടെ. ജയ് ജയ് മുഴങ്ങട്ടെ, ജയപേരി ഉയരട്ടെ, ജയത്തിൻ പതാക ഈ മണ്ണിൽ പറക്കട്ടെ. തമസിന്റെ ശക്തികൾക്കെന്നും ഭയമായി മാർത്തോമ നാട്ടിയ ഈ പൊൻപതാക. തമസിന്റെ ശക്തികൾക്കെന്നും ഭയമായി മാർത്തോമ നാട്ടിയ ഈ പൊൻപതാക. മാർത്തോമ നാട്ടിയ ഈ പൊൻപതാക.